എറണാകുളം ചേന്ദമംഗലത്ത് 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഋതു ജയൻ ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇയാൾ മാനസിക ആരോഗ്യ ചികിത്സയും തേടിയിട്ടുണ്ട്. 1 കൊല്ലമായി നിലനിൽക്കുന്ന അയൽത്തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സഹോദരിയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനം ഉണ്ടാകാൻ കാരണം. ആരാണ് ഈ ഋതു ജയൻ? വീടിന്റെ അകത്ത് ഇവിടെ കിടക്കണത് അതെ. ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ വരുമ്പോ അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പുണ്ടാക്കണത്. തല്ലാൻ വന്നേക്കാണ് തല്ലാൻ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഋതു ജയൻ വേണുവിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത്. നായയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഭീഷണിക്ക് കാരണം. 28 വയസ്സുകാരൻ ഋതു മുൻപ് NDPS കേസിൽ 52 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് ബംഗളൂരുവിൽ നിന്നെത്തിയത്. വടക്കേക്കര പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. സ്ഥിരം പ്രശ്നക്കാരനെന്നും നാട്ടുകാർ. ഇതുപോലെ പോലീസ് കേസൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചാൾ മുമ്പ് വരെയും ഇങ്ങനെ തല്ലുകൊടുത്ത അയൽവാസികളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിരീകരണമുള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള പയ്യനാണത്. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കൊലപാതകം കരുതിക്കുട്ടി ചെയ്തതാണ്. 1 വർഷമായുള്ള അയൽത്തർക്കം നിലനിൽക്കുന്നുണ്ട്. തന്റെ സഹോദരിയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നും ഋതു പോലീസിന് മൊഴി നൽകി. 24 കൊച്ചി.